വാർഡിനുള്ള കിടക്കണം. ഇപ്പോഴും സെക്രട്ടറി മാഡം ഫുൾ സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിൽ പറഞ്ഞു തരും. ഫോണിൽ കൂടെ വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, കുട്ടികൾക്ക് എന്തെങ്കിലും അടങ്ങേറ് തോന്നിയാൽ ഫോണിൽ കൂടെ വിളിച്ചാൽ മാഡം എല്ലാം പറഞ്ഞു തരും. ഇപ്പോഴും ഒരു കുട്ടി അവിടെ ചികിത്സയിൽ കിടക്കുന്നുണ്ട്. അമാനിയ പറഞ്ഞൊരു കുട്ടി, 4 മാസമായ ഒരു കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കിടക്കണം. കുടല് വിൽക്കുകയാണ് ആ കുട്ടിക്ക് കുറച്ചായിട്ട്. എന്താ അന്വേഷിച്ച് പറഞ്ഞിട്ടുള്ളിൽ കിടക്കുന്നുണ്ട്. 5-6 കുട്ടികൾ കിടക്കണം. ഞങ്ങളുടെ കുട്ടികൾ 56 ദിവസത്തിനുള്ളിൽ തന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ ഡ്രസ്സൊക്കെ ഇടണം, തൊപ്പി ഇടണം. നല്ല സിസ്റ്റർമാർ തന്നെ, നല്ല സ്നേഹമുണ്ട് സിസ്റ്റർമാർക്ക്. അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ നല്ലൊരു സ്നേഹമുണ്ട്. അതാണ് പിന്നെ അടുത്ത ഡോക്ടർ, പ്രദീപ് ഡോക്ടർ, ആ TV കണ്ടത്. പിന്നെ ഈ കാണുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ഇത് 5 മാസം, 6 മാസം, 7 മാസമായ കുട്ടികളൊക്കെയാണ്. 500 ഗ്രാം, 650 ഗ്രാം അങ്ങനെയുള്ള കുട്ടികളൊക്കെ പ്രസവിച്ചിട്ടേ അതിന് 2 കിലോ തൂക്കമാക്കിയിട്ടാണ് സാർ അവിടെ നിന്ന് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഫോട്ടോ ഇവിടെ ഒട്ടും. കുട്ടികളുടെ 1 വയസ്സാകുമ്പോൾ ഉള്ള ബർത്ത്ഡേ ഫോട്ടോ, ഈ NIC കിടന്ന ഫോട്ടോ കൂടെ പൊട്ടും. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളിൽ ഇനിയിപ്പോൾ അടുത്തത് എടുക്കും. ഇതാണ് NIC വാർഡ്. ഉണ്ട് സിസ്റ്റർമാർ. ഞങ്ങൾ 2 മാസം നമ്മുടെ വീട് പോലെ കഴിഞ്ഞാണ് ഇവിടെ. നല്ല ഡോക്ടർ TV ഇതുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നടക്കുകയൊന്നുമില്ല, ലിഫ്റ്റിൽ കൂടെ തന്നെ പോകും വരികയൊക്കെ ചെയ്യുക. സ്റ്റെപ്പൊക്കെ ഉണ്ട്, ലിഫ്റ്റിൽ കൂടെ തന്നെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. താഴെ ഫാർമസി. രാത്രി 8 മണിക്ക് 8:30ക്കാണ് നമുക്ക് മരുന്ന് വാങ്ങിക്കുക. അതായത് റിസപ്ഷൻ 8:30ക്കാണ് മരുന്ന് വാങ്ങിക്കുക. ചീട്ടും കോട്ടയും തരും. ഞങ്ങൾ അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് പോകും. എത്ര ഉറുപ്പ്യ ആകും, എന്താകുമോ, എത്ര പൈസ ആകുമോ എന്ന് പറഞ്ഞിട്ട്. അഡ്മിറ്റ് ആയവർക്കൊക്കെ രാത്രി തരിക. ചിലപ്പോൾ പൈസ കമ്മിയാവും, ചിലപ്പോൾ പൈസ ഇല്ലാണ്ടാവും. ടെൻഷനാവും, വയറുവേദനയാവും. അപ്പോഴേക്ക് നേരത്തെയൊക്കെ തന്നെ നമുക്ക് ആർക്കും തിരിക്കാൻ മറിക്കുകയൊക്കെ ചെയ്യാം. അവർ 8-8:30ക്ക് ഈ മേഡമാണ് ഞങ്ങളെ കണ്ടതും വേഗം വീൽ ചെയറിലെത്തി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവ വാർഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ആക്കി തന്നാണ്. ഇതായി മേഡം. ഫ്രണ്ടിൽ വണ്ടിയും കൂടെ നിൽക്കും, നമ്മൾ ഒന്നും അറിയണ്ട. ഇതാണ് ഫാർമസി. സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ പച്ചവെള്ളം പോലെ പരിചയം. നല്ലൊരു കുടുംബം പോലെ ആയില്ലേ. 2 മാസത്തോളം ഇരുന്നില്ലേ. അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരല്ല, ഞാനങ്ങനെ പറയണം, ചെറിയ പെൺകുട്ടികളാണ്. ഞങ്ങൾ വീഡിയോ ഇടണം എന്തിനറിയോ, അങ്ങനെ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട. അങ്ങനെ 6 മാസം തേടെ പ്രസവിക്കുകയാണെങ്കിൽ അങ്ങനെ അറിയുന്നുണ്ട് വേറെ വിട്ടോളി. ഇത് ബില്ല് പൈസ അടയ്ക്കുന്ന കൗണ്ടർ. അവരും രണ്ട് പേര് സ്റ്റാഫുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല പേരാണ്. നമുക്കറിയാത്തൊക്കെ പറഞ്ഞു തരും. ഞാൻ ചിലപ്പോൾ സങ്കടത്തിൽ അവർ മുന്നിലൊക്കെ പോയി നിന്ന് കരയാറുണ്ട്, ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാണ്ടൊക്കെ. അപ്പോൾ അവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. ചേച്ചി ഇവിടെ വരുന്നവരൊക്കെ എങ്ങനെയാണ് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നൊക്കെ കൊണ്ട് ഈ രണ്ട് പേര് നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് ചെയ്ത് തരും. ഞാൻ എത്ര മാറി അവന് മുന്നിൽ പോയി കരഞ്ഞിട്ടുണ്ട്. പൈസ അടയ്ക്കുന്ന സ്ഥലമാണേ, ആർക്കും ഒന്നും ഉണ്ടാവില്ല കയ്യിൽ അടയ്ക്കാൻ. അപ്പോൾ നല്ല സപ്പോർട്ടാണ് അവർ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അടങ്ങേറ് ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നേരെ വിട്ടോളി അഹല്യയ്ക്ക്. നിങ്ങൾ ജില്ലാസ്പത്രിയിലും അവിടെയും ഇവിടെയും പോയി വട്ടത്തിരിഞ്ഞിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അതായത് ക്യാൻറ്റീനാണ്.